ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൈവവചന ഭാഗം പഴയ നിയമത്തിലെ ഹബക്കുക്ക് പ്രവചനത്തിൽ നിന്നാണ്. പ്രവാചക ഗ്രന്ഥത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 1-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ആ തിരുവചന ഭാഗം ഞാനൊന്ന് വായിക്കുന്നു. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഒന്നുകൂടെ, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഈ തിരുവചനം ധാരാളം വട്ടം വായിച്ചവരും ധ്യാനിച്ചവരും ഈ തിരുവചനത്തെ അടിസ്ഥാനമാക്കിയുള്ള പാട്ടുകൾ പാടുന്നവരുമാണ് ഇന്ന് നമ്മളിൽ ഏറെ പേരും. എന്നാൽ ഈ തിരുവചനം എന്താണ് നമ്മെക്കുറിച്ച്, ഈ തിരുവചനത്തിൻ്റെ ഉൾക്കാഴ്ച എന്താണ് നമുക്ക് ഇന്ന് പകർന്നു തരുന്നത് എന്നാണ് നമ്മൾ ധ്യാനപൂർവം വിചിന്തനം ചെയ്യുന്നത്. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. എന്താണ് പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി? പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി ധാരാളം അത്ഭുതങ്ങളെപ്പറ്റി പറയുന്നതാണോ? എന്തുമാത്രം ആളുകൾക്കാണ് അത്ഭുതകരമായ രോഗശാന്തികളുടെ അനുഭവം ഉണ്ടാകുന്നത്? ഒത്തിരിയേറെ ക്യാൻസർ രോഗികൾ കർത്താവിൻ്റെ വചനത്തിലൂടെ സൗഖ്യപ്പെടുന്നു. അങ്ങനെ ക്യാൻസർ മാറുന്ന ഒരു സൗഖ്യമാണോ ഈ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി എന്ന് ബൈബിളിൽ പറയുന്നത്? ഒരിക്കൽ കുട്ടികളുടെ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ ദേവാലയത്തിലെ ബഹുമാനപ്പെട്ട വൈദികൻ കുട്ടികളുടെ ഇടയിലൂടെ നടന്നു വന്ന് ഒരു കടലാസ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കുട്ടികൾക്ക് വേണ്ടി ആ കടലാസ് വായിക്കുവാൻ പറഞ്ഞു. ആ കടലാസിൽ എഴുതിയിരിക്കുന്നത് അത്ഭുതകരമായ ഒരു അനുഭവ സാക്ഷ്യത്തിൻ്റെ കഥയാണ്. ആ പള്ളിയിൽ 7 ആഴ്ച ഉള്ള വചന പ്രഘോഷണത്തിലും നൊവേനയിലും പരിശുദ്ധ കുർബാനയിലും പങ്കെടുത്ത ഒരു സ്ത്രീയുടെ അനുഭവ സാക്ഷ്യമാണത്. ആ സാക്ഷ്യം, ആ സഹോദരിക്ക് കണ്ണിൽ ക്യാൻസറായിരുന്നു. ആ ക്യാൻസർ രോഗമായിരുന്ന ആ ക്രൈസ്തവയായ സഹോദരി ദേവാലയത്തിൽ 7 ആഴ്ച മുടങ്ങാതെ വരികയും ദൈവവചനം കേൾക്കുകയും അവിടെയുള്ള മറ്റു കൂദാശകളിലെല്ലാം ആത്മന പങ്കെടുത്ത് തിരിച്ചുപോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും കണ്ണിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോവുകയും പരിശോധിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഉത്തരം ഇതാണ്: ക്യാൻസർ രോഗം ഇപ്പോൾ കണ്ണിലില്ല. അത്ഭുതകരമായി ആ സ്ത്രീക്ക് സൗഖ്യം കിട്ടി. ആ സാക്ഷ്യത്തിൻ്റെ കടലാസാണ് ബഹുമാനപ്പെട്ട അച്ഛനോട് വായിക്കാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ക്യാൻസർ രോഗം ക്യൂറായതിനെ കുറിച്ചാണോ ദൈവവചനം പറയുന്നത്? ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഇങ്ങനൊരു അത്ഭുതത്തെക്കുറിച്ചാണോ ഈ വാക്യം പറയുന്നത്? ദൈവവചനം സൂക്ഷിച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് ഹൃദയസ്ഥമാക്കാൻ സാധിക്കും എന്തിനെക്കുറിച്ചാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നതെന്ന്. ധാരാളം ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ അത്ഭുതം ഒരാൾക്ക് നടക്കുന്ന മാനസാന്തരമാണ് അത്ഭുതം. അങ്ങനെയുള്ള ഒരു മാനസാന്തരത്തെക്കുറിച്ചാണോ ഈ വാക്യം പറയുന്നത്? ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. എന്നാൽ ഈ തിരുവചന ഭാഗം പഴയ നിയമത്തിൽ ഹബക്കുക്ക് പ്രവാചകൻ പറഞ്ഞ അതേ തിരുവചന ഭാഗം പുതിയ നിയമത്തിൽ അങ്ങനെ തന്നെ പകർത്തി എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആ തിരുവചന ഭാഗം എഴുതി വച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കായാണ്. ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ 24 അധ്യായമുള്ള ഒരു പുസ്തകം നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. കൂടാതെ ആ ലൂക്ക സുവിശേഷകൻ തന്നെ എഴുതിയ മറ്റൊരു പുസ്തകമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 28 അധ്യായമുള്ള പുസ്തകമാണ്. ലൂക്ക വിജാതീയ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിയായിരുന്നു. ലൂക്ക ഒരു ഡോക്ടറായിരുന്നു, ഭിക്ഷുകരനായിരുന്നു. മാത്രമല്ല നിത്യസഹായ മാതാവിൻ്റെ ചിത്രം വരച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്ക തന്നെയാണ് എന്നാണ് പാരമ്പര്യമായി പറയുന്നത്. അങ്ങനെ അറിവും കഴിവും പ്രാപ്തിയുമുള്ള വിശുദ്ധ ലൂക്ക ഇതേ വാക്യം അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത് കാണാം. ആ വാക്യം വേദപുസ്തകത്തിൽ പറയുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ അതിൻ്റെ
13-ാമത്തെ അധ്യായത്തിലാണ്. 13-ാമത്തെ അധ്യായത്തിൻ്റെ 41-ാം വാക്യത്തിൽ ഇതേ വാക്യം, ഹബക്കുക്ക് പ്രവചനം 1-ന്റെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന അതേ വാക്യം എഴുതി വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഞാൻ ആ വാക്യം വായിക്കാം. 41-ാം വാക്യം, നിന്ദകരെ കാണുവിൻ, ആശ്ചര്യപ്പെടുവിൻ, അപ്രത്യക്ഷരാകുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ ദിവസങ്ങളിൽ ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി. ഹബക്കുക്ക് പ്രവാചകൻ എഴുതിയ അതേ വാക്കുകൾ ലൂക്ക അപ്പോസ്തല പ്രവർത്തനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ നാളുകളിൽ ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി. എന്താണ് ആ പ്രവൃത്തി? ഒരു ക്യാൻസർ രോഗം മാറുന്നതാണോ? ഒരാളുടെ എയ്ഡ്സ് രോഗം സൗഖ്യപ്പെടുന്നതാണോ? നമ്മുടെ കടബാധ്യത മാറ്റിത്തരുന്നതാണോ? ഒരാൾക്ക് മാനസാന്തരം ഉണ്ടാകുന്നതാണോ? നിശ്ചയമായും അതെല്ലാം അത്ഭുതകരമായ പ്രവൃത്തികൾ തന്നെ. എന്നാൽ അതിനെക്കുറിച്ചാണോ ദൈവവചനം പറയുന്നത്? ദൈവവചനം മറ്റെന്തെങ്കിലുമാണോ വിരൽ ചൂണ്ടുന്നത്? നമുക്ക് സസൂക്ഷ്മം അതിലേക്ക് ശ്രദ്ധിക്കാം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരേ വാക്യം എടുത്തു കാണിച്ചു. പക്ഷേ നമുക്കത് ഹൃദ്യസ്ഥമാക്കാൻ സാധിക്കാത്തതുകൊണ്ട് ആ വചനത്തിൻ്റെ 2-3 വാക്യങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് വായിക്കുമ്പോൾ കുറെ കൂടി വ്യക്തമാകും. അപ്പോസ്തല പ്രവർത്തനം 13-ന്റെ 35 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. ഇങ്ങനെ പറയുന്നു, മറ്റൊരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. മറ്റൊരു സങ്കീർത്തനം എന്ന് പറയുന്നത് അത് 16-ാം സങ്കീർത്തനമാണ്. 16-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. എന്നെ കേൾക്കുന്നവരെ ശ്രദ്ധിക്കണമേ. മറ്റൊരു സങ്കീർത്തനം 16-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിലാണ് ദാവീദ് എഴുതി വെച്ചിരിക്കുന്നത്, അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ഒരുപക്ഷെ ആ 16-ാം സങ്കീർത്തനം വായിക്കുന്നവർ ചിന്തിക്കും, ദാവീദായിരിക്കുമോ ജീർണിക്കാതിരിക്കുക? എന്നാൽ താഴേക്ക് വായിക്കുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നു, ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവഹിതം നിറവേറ്റിയതിനു ശേഷം മരണം പ്രാപിച്ചു, അവൻ പിതാക്കന്മാരോട് ചേരുകയും ജീർണത പ്രാപിക്കുകയും ചെയ്തു. ജീർണത എന്താണ്? ജീർണത പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മരിച്ചാൽ ഈ മണ്ണിൽ ശവസംസ്കാരം ചെയ്യുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ശരീരത്തിൽ ബാക്ടീരിയയുടെ പ്രവർത്തനം ഉണ്ടാവുകയും ശരീരം മുഴുവൻ അഴുകിത്തീരുകയും ചെയ്യും. അങ്ങനെ അഴുകാത്ത ഏതാനും മൃതശരീരങ്ങളൊക്കെയുണ്ട്. അത് വിശുദ്ധരായിട്ട് ജീവിച്ച ആളുകളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ഗോവയിലെ ഫ്രാൻസിസ് സേവ്യർ, അതുപോലെ ഹനിബാൾ ഡി ഫ്രാൻസിയ, അതുപോലെ ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ബർണദീത്ത, ഇങ്ങനെ ധാരാളം ആളുകളുടെ ശരീരം അഴുകാതിരിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെ. എന്നാൽ ഇവിടെ പറയുന്നു ശരീരം ജീർണത പ്രാപിക്കുന്നു. ബാക്ടീരിയയുടെ പ്രവർത്തനം വഴിയാണ് ജീർണത പ്രാപിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ബാക്ടീരിയ ഒന്നും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഈ ഭൂമി മുഴുവൻ അടക്കിയിരിക്കുന്ന ശവങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കും. നമ്മളവിടെ ഒരു കിണർ താഴ്ത്തുവാനോ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മണ്ണൊന്ന് കിളച്ചാൽ അവിടെ മുഴുവൻ ശവശരീരങ്ങളായിരിക്കും. എന്നാൽ ബൈബിൾ പറയുന്നു ജീർണത പ്രാപിക്കുന്നു. ബാക്ടീരിയ അയച്ച് അതെല്ലാം ജീർണത പ്രാപിച്ച് പോവുകയാണ്. ഇവിടെ 16-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് എന്താണ്? അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. അവിടുത്തെ പരിശുദ്ധനുള്ള ദാവീദാണോ? എഴുതി വെച്ച ദാവീദാണോ? ദാവീദ് സങ്കീർത്തനത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ദാവീദ് അത് എഴുതി വെച്ചു. എഴുതി വെച്ച ദാവീദും മരിച്ചുപോയി. ദാവീദ് ജീർണത പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് പിതാക്കന്മാരോട് ചേർന്നു. അതാണ് ലൂക്ക ഇവിടെ പറയുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ മറ്റൊരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവഹിതം നിറവേറ്റിയതിനു ശേഷം പിതാക്കന്മാരോട് ചേരുകയും ജീർണത പ്രാപിക്കുകയും ചെയ്തു. പിന്നെ ആരാണ് ജീർണത പ്രാപിക്കാത്തത്? തൊട്ടടുത്ത വാക്യം ശ്രദ്ധിക്കൂ. 37-ാം വാക്യം, അപ്പോസ്തല പ്രവർത്തനം 13:37. എന്നാൽ ദൈവം ഉയർപ്പിച്ചവനാകട്ടെ ജീർണത പ്രാപിച്ചില്ല. ആരാണ് ജീർണത പ്രാപിക്കാത്തവൻ? ദൈവം ഉയർപ്പിച്ചവൻ. ആരാണ് ദൈവത്താൽ ഉയർപ്പിക്കപ്പെട്ടവൻ? യേശുക്രിസ്തു. യേശുക്രിസ്തു മരിച്ച് യേശുക്രിസ്തുവിൻ്റെ ശരീരം കല്ലറയിൽ അടക്കി ദൈവം ബാക്ടീരിയയോട് പറഞ്ഞൊരു ബാക്ടീരിയ പോലും അതിൽ കയറിപ്പോകരുത്. ആ ശരീരം അഴുകിയില്ല. ആ ശരീരമാണ് ജീർണത പ്രാപിക്കാതെ ഉയർപ്പിക്കപ്പെട്ടത്. അടുത്ത വാക്യം ശ്രദ്ധിക്കൂ. സഹോദരരെ, നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുവിൻ, നിങ്ങൾക്ക് പാപമോചനം പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നത് ഇവൻ വഴിയത്രേ. 2 വ്യക്തികളെ ലൂക്ക എടുത്തു കാണിക്കുന്നു. ഒന്ന് ദാവീദിനെ, 2 നസ്രത്തുകാരനെ എടുത്തു കാണിക്കുന്നു. ദാവീദ് മരിച്ചു, ജീർണത പ്രാപിച്ചു.
യേശു തമ്പുരാൻ മരിച്ചു അടക്കം ചെയ്തെങ്കിലും ജീർണത പ്രാപിച്ചില്ല. ആ ജീർണത പ്രാപിക്കാത്തവൻ ക്രിസ്തുവാണ്. അവൻ മുഖേനയാണ് പാപമോചനം പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ എന്താണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിൽ നിന്ന് വിട്ടുപോകരുത്. നമ്മൾ പ്രസംഗം ആരംഭിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. എന്താണ് ആ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി എന്നാണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അതിനാണ് നമ്മൾ പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവർത്തനങ്ങളിലേക്ക് വന്നത്. അവിടെയും ഈ സെയിം വാക്യം എഴുതി വെച്ചിരിക്കുന്നു. ആ വാക്യത്തിൽ നമ്മൾ ധ്യാനിച്ചപ്പോൾ നമ്മൾക്ക് മനസ്സിലായി, ആ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തിയുടെ അന്തരാർത്ഥത്തിൻ്റെ ചുരുൾ നിവരുകയാണ്. അവിടെ കണ്ടു, ദാവീദ് അല്ല അഴുകാത്തവൻ, ജീർണത പ്രാപിക്കാത്തവൻ, ക്രിസ്തുവാണ് ജീർണത പ്രാപിക്കാത്തവൻ. താഴേക്ക് വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഇവൻ വഴിയാണ് നിങ്ങൾക്ക് പാപമോചനം പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നത്. ആര് വഴി? യേശു ക്രിസ്തു വഴി. അതുകൊണ്ട് ആ വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. സഹോദരരെ, നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുവിൻ, നിങ്ങൾക്ക് പാപമോചനം പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നത് ഇവൻ വഴി അത്രേ. യേശു വഴിയാണ് പാപമോചനം പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത വാക്യം ശ്രദ്ധിക്കൂ. മോശയുടെ നിയമം വഴി നീതീകരണം ലഭിക്കാനാവാത്ത കാര്യങ്ങളുണ്ട്. മോശയുടെ നിയമത്തിന് നമ്മളെ നീതിമാനാക്കാൻ പറ്റുകയില്ല. കാറ്റഗിസം ക്ലാസ്സിലൊക്കെ കുട്ടികൾ 10 കൽപ്പനകൾ കാണാതെ പഠിക്കുന്നു. പലരുടെയും വീട്ടിൽ ഈ 10 കമാൻഡ്മെൻറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ കൽപ്പനയ്ക്കൊന്നും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല അത്രേ. കൽപ്പനകൾ മനുഷ്യനെ രക്ഷിക്കുന്നില്ല. നോക്കുക, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റോഡരികിലൊക്കെ ഓരോ സ്ഥലത്തേക്കുള്ള ദിശകൾ അറിയുവാൻ വേണ്ടിയുള്ള നെയിം ബോർഡുകളും അതിൻ്റെ എത്ര കിലോമീറ്ററുകൾ ഉണ്ടെന്നുള്ള സൂചനകളുണ്ട്. നമ്മൾ ആ മയിൽക്കുറ്റിയിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നാൽ നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് എത്തുമോ? ഇല്ല, അത് വെറും ചൂണ്ടുപലകൾ മാത്രം. അതുപോലെ മോശയുടെ നിയമം അല്ല മനുഷ്യരെ രക്ഷിക്കുന്നത് എന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. നോക്കുക, യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്നു. വ്യഭിചാരം ചെയ്യരുത് 6-ാം പ്രമാണമാണ്. മോശയുടെ നിയമം എന്ത് ചെയ്യുന്നു? വ്യഭിചരിച്ചാൽ കല്ലെറിഞ്ഞു കൊല്ലും. മോശയുടെ നിയമം ചെയ്യുന്നത് രക്ഷിക്കുകയല്ല, ആ നിയമം അവളെ ശിക്ഷിക്കുന്നു. കൊല്ലരുത്. കൊന്നുകഴിഞ്ഞാലോ? കൊന്നാൽ നമ്മുടെ കണ്ണടിച്ചു പൊട്ടിച്ചാൽ നമുക്ക് മറ്റൊരാളുടെ കണ്ണടിച്ചു പൊട്ടിക്കാം. നമ്മളെ കൊന്നാൽ തിരിച്ചു കൊല്ലുന്നു. നോക്കൂ, മോശയുടെ നിയമം രക്ഷിക്കുകയല്ല, ശിക്ഷിക്കുന്നു. എന്നാൽ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ക്രിസ്തുവാണ് രക്ഷകൻ. ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുമ്പോഴാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നത് എന്ന് വചനം പറയുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ വഴി അവയിൽ നീതീകരണം ലഭിക്കും. യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ ആരെല്ലാം ശരിയായി വിശ്വസിക്കുന്നുവോ ആ വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ കിട്ടുക എന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിന്ദകരെ കാണുവിൻ. യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ നിന്ദിക്കുന്നവരെ നിങ്ങൾ കാണൂ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആശ്ചര്യപ്പെടൂ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അപ്രത്യക്ഷരാകുവിൻ. ആ വാക്യം ഞാൻ വായിക്കാം. നിന്ദകരെ കാണുവിൻ, ആശ്ചര്യപ്പെടുവിൻ, അപ്രത്യക്ഷരാകുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ ദിവസങ്ങളിൽ ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി. ഈ ബൈബിൾ ഭാഗം എനിക്ക് വായിച്ചപ്പോൾ എനിക്കിത് സംശയം തോന്നിയത് കൊണ്ട് ഞാൻ നമ്മുടെ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന ധാരാളം പണ്ഡിതന്മാരായിട്ടുള്ള വൈദികരുണ്ട്. അതിലൊരു വൈദികനെ ഞാൻ ഇടയ്ക്ക് ആ വൈദികനോട് ഞാൻ ഫോൺ ചെയ്ത് എൻ്റെ ബൈബിൾ സംശയങ്ങൾ ഞാൻ തീർക്കാറുണ്ട്. അതിലൊരു വൈദികനെ ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചു, അച്ഛാ, ഇതിലെന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി എന്താണ് എന്ന് ആ ബഹുമാനപ്പെട്ട അച്ഛനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, സഹോദര, നിങ്ങൾക്ക് എന്താണ് അത് വായിച്ചിട്ട് മനസ്സിലായത് എന്ന് ചോദിച്ചു. ഞാൻ അച്ഛനോട് തിരികെ പറഞ്ഞു, യേശുക്രിസ്തു കുരിശിൽ മരിച്ചിരിക്കുന്നു. ആ കുരിശുമരണം മാനവകുലത്തിന് മുഴുവൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ കുരിശുമരണത്തിൽ നമ്മൾ വിശ്വസിക്കുകയും ആ രക്ഷകനുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ രക്ഷപ്പെടും എന്നല്ലേ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്? അച്ഛൻ എന്നോട് ചോദിച്ചു, സഹോദര, അതിലെന്താണ് നിങ്ങൾക്കിപ്പോൾ സംശയം? അത് തന്നെയല്ലേ ഉത്തരമെന്ന് ചോദിച്ചു. ഞാൻ അച്ഛനോട് തിരിച്ചു ചോദിച്ചു, അച്ഛാ, അത് എന്തുകൊണ്ടാണ് ജനതകളുടെ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കാതിരിക്കാൻ കാരണം? അച്ഛൻ്റെ മറുപടി ഒന്ന് ശ്രദ്ധിക്കണമേ. അദ്ദേഹം എന്നോട് പറഞ്ഞു, കുരിശിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ സ്വയം രക്ഷിക്കാൻ കഴിയാതെ താൻ തന്നെ നിസ്സഹായനായി ക്രൂശിൽ യാഗമായി കിടക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് അദ്ദേഹത്തെ തന്നെ രക്ഷിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തെ വിശ്വസിച്ചാൽ നാം രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ ആരത് വിശ്വസിക്കൂടോ?
ആരും വിശ്വസിക്കുകയില്ല. സ്വയം രക്ഷപ്പെടാൻ സാധ്യമല്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കുരിശിൽ കശാപ്പശാലയിൽ കീറിമുറിക്കപ്പെട്ട ഒരു മൃഗത്തെ പോലെ കിടക്കുന്ന ആളെ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? അതുകൊണ്ട് അതാരും വിശ്വസിക്കുകയില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. അപ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ചെയ്യാൻ പോകുന്നു എന്നല്ല ഇനി പറയേണ്ടത്, ആ പ്രവൃത്തി ദൈവം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. യേശു കുരിശിൽ പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു. ആ പ്രവൃത്തി എന്നുള്ളത് ക്യാൻസർ മാറുന്നതല്ല, നമ്മുടെ അസുഖങ്ങൾ മാറുന്നതല്ല, പിന്നെയോ ആ പ്രവൃത്തി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ്. ആ ക്രൂശ് മരണമാണ് പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി. ഈ കോടിക്കണക്കിന് മനുഷ്യർക്ക് വേണ്ടി, ജനിച്ചതും ജനിക്കാനിരിക്കുന്നതും മരിച്ചു പോയിരിക്കുന്നതുമായ അനേകം കോടി മനുഷ്യർക്ക് വേണ്ടി ക്രിസ്തു പാപത്തിന് പരിഹാരയാഗമായി തീർന്നു എന്നുള്ളതാണ് മഹാത്ഭുതം. ആ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പോകാം, പാപത്തെ അതിജീവിച്ച് നിനക്കൊരു ആത്മീയ മനുഷ്യനായി ജീവിക്കാം എന്നുള്ളതാണ് അത്ഭുതകരമായ പ്രവൃത്തി. ആ ഏറ്റവും വലിയ അത്ഭുതം ദൈവം കുരിശിൽ ചെയ്തു കഴിഞ്ഞു. ആ അത്ഭുത പ്രവൃത്തിയെ ആരാണ് ശരിയായി വിശ്വസിച്ച് അവനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നത്, അവനാണ് ആത്മീയ ജീവൻ ഉണ്ടാവുക. പക്ഷെ ധാരാളം ആളുകൾ ആ മഹനീയമായ സത്യത്തെ വേണ്ടുവിധം ഉൾക്കൊള്ളുന്നില്ല. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം യേശു ക്രിസ്തു മാമോദിസ സ്വീകരിച്ച അവസരത്തിൽ പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനാണ് ചെവി കൊടുക്കേണ്ടത്. യേശു ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ മാതാവ് പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുവിൻ, ഡു വാട്ട് ഹി സേസ്. അവൻ എന്താണ് പറയുന്നത് അത് ചെയ്യുവിൻ. യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപയോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഞാനല്ല ശരിയായിട്ടുള്ള ആള്, എൻ്റെ പുറകെ ഒരുത്തൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവനാണ് ലോകത്തിൻ്റെ മുഴുവൻ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പഴയ നിയമത്തിലെ 46 പുസ്തകങ്ങളും പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളും ഒരൊറ്റ ആളെ ചൂണ്ടിക്കാണിക്കുന്നു. അവൻ്റെ പേരാണ് യേശു. അവനെ മാത്രം ചൂണ്ടിക്കാണിക്കുന്നു. എന്തിന്? പിശാച് ബാധിതൻ പോലും യേശുവിനോട് പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? പിശാച് പോലും പറഞ്ഞു, ഇവനാണ് മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, അവന് ചെവി കൊടുക്കൂ. യേശുവിനെ ഉദരത്തിൽ വഹിച്ച മറിയം പറഞ്ഞു, ഇവനാണ് നിങ്ങളെ രക്ഷിക്കാൻ വരുന്നവൻ, അവനെ കേൾക്കൂ. യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപകൻ പറഞ്ഞു, ഞാനല്ല, ലോകത്തിൻ്റെ മുഴുവൻ പാപം നീക്കുന്നവൻ അവനാണ്, അവൻ്റെ പുറകെയാണ് പോകേണ്ടത് എന്ന് സ്നാപയോഹന്നാൻ പറഞ്ഞു. പഴയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും വിരൽ ചൂണ്ടുന്നു, ക്രിസ്തുവാണ് വരാനിരിക്കുന്ന രക്ഷകൻ, അവൻ്റെ അടുക്കലേക്ക് പോകൂ. എന്തിന്? പിശാച് പോലും പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. ആ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ ഈ ലോകത്ത് ചെയ്ത ഏറ്റവും അത്ഭുതകരമായ കാര്യം തൻ്റെ ക്രൂശ് മരണമാണ്. ആ ക്രൂശ് മരണം സംഭവിക്കുമ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഞാൻ ഉയർത്തപ്പെടുമ്പോൾ, കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ, ഉയർപ്പിക്കപ്പെടുമ്പോഴല്ല, കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ സകല മനുഷ്യരെയും എന്നിലേക്ക് ഞാൻ ആകർഷിക്കും. അതെ, എല്ലാ മനുഷ്യരെയും സ്വർഗത്തിലേക്ക്, ക്രൂശിലേക്ക് ആകർഷിക്കുന്ന പ്രക്രിയയാണ് ക്രൂശ് മരണം കൊണ്ട് ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതാണ് പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി എന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ മഹനീയമായ ദൈവത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് ആര് നോക്കുന്നു, അവനാണ് രക്ഷയുടെ അനുഭവം സ്വന്തമാക്കാൻ പറ്റുക. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചു വെച്ച ഒരു ദൈവവചന ഭാഗം, അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവർ രക്ഷിക്കപ്പെടുന്നു. ഈ എളിയവൻ നിലവിളിച്ചു, സകല കഷ്ടതകളിൽ നിന്ന് അവിടെ തന്നെ വിടിവിച്ചു. ആരാണ് ആ നീതി സൂര്യനെ നോക്കുന്നത്? അവൻ മാത്രമാണ് രക്ഷപ്പെടുക. വടക്ക് നോക്കി യന്ത്രം എപ്പോഴും വടക്കോട്ട് നോക്കിയല്ലേ ഇരിക്കുന്നത്. കോമ്പസിന് എപ്പോഴും വടക്ക് ദിക്കിലേക്ക് മാത്രമേ നോക്കാൻ സാധിക്കൂ. സൂര്യകാന്തി പൂക്കളെ നോക്കൂ, എപ്പോഴും സൂര്യനെ മാത്രമാണ് അത് നോക്കിക്കൊണ്ടിരിക്കുക. അതിന് എപ്പോഴും ദർശനം അങ്ങോട്ടാണ്. അതുപോലെ തന്നെ ഓരോ ക്രൈസ്തവനും അവൻ്റെ ജീവിതം കേന്ദ്രീകരിക്കേണ്ടത് ക്രിസ്തുവിലേക്ക് മാത്രം. സൂര്യന് ചുറ്റും ഓരോ ഗ്രഹങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെ ക്രിസ്തുവിന് ചുറ്റുമാണ് ക്രിസ്തു ശിഷ്യർ, ക്രിസ്തു ദാസർ, ക്രിസ്തുവിൻ്റെ മക്കൾ ചുറ്റിക്കറങ്ങേണ്ടത്. അവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം, അടിസ്ഥാനം ക്രിസ്തുവാണ്.
ആ ക്രിസ്തു കേന്ദ്രീകൃതമാകണമെങ്കിൽ ഈ യാഗം അവൻ മനസ്സിലാക്കണം. എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ ഈ മഹനീയമായ അത്ഭുതം ഈ പ്രപഞ്ചത്തിൽ ചെയ്തത്. അത് ജനതകളുടെ ഇടയിൽ വിസ്മയഭരിതമായ കാര്യമാണ്, അത്ഭുതകരമായ കാര്യമാണ്. ഈ മഹനീയ സത്യമാണ് പ്രഘോഷിക്കേണ്ടത്. ഈ മഹനീയമായ സത്യമാണ് മനസ്സിൽ ഉറപ്പിക്കേണ്ടത്. ഈ മഹനീയമായ ആ സത്യത്തിൽ നിന്നാണ് ശക്തി ഉൾക്കൊള്ളേണ്ടത്. അങ്ങനെ ആരെങ്കിലും ജീവിച്ചാൽ അവന് രക്ഷയുടെ അനുഭവം തീർച്ചയായും ഉണ്ടാകും. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ സത്യത്തിൻ്റെ അടുത്തേക്ക് ആളുകൾ അടുക്കാതെ ഔട്ടർ ലെയറിൽ മാത്രമാണ് ആളുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭക്തിയുടെ ബാഹ്യരൂപമുണ്ടെങ്കിലും ആന്തരിക ഭാവത്തിൽ ക്രിസ്തുവിനെ വിട്ടുകളയുന്നു. അതുകൊണ്ടല്ലേ അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു, ഞങ്ങളോ ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കുന്നു. ക്രിസ്തുവിനെ കുറിച്ചാണ് അപ്പോസ്തലന് പറയാനുള്ളത്. പൗലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ചെറിയവൻ എന്നാണ്. അദ്ദേഹം പക്ഷേ ചെറിയവനായിരുന്നില്ല, വലിയവനായിരുന്നു. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിച്ച് ക്രിസ്തുവിന് വേണ്ടി യാഗമായി തീർന്നവൻ. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ തിരുവചനം, ഈ തിരുവചനം, ഈ ശുശ്രൂഷയിലൂടെ, വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ മഹനീയമായ അത്ഭുതം നമുക്കെല്ലാവർക്കും വേണ്ടി ക്രിസ്തു ചെയ്തു എന്നുള്ളത് നാം വിസ്മരിക്കരുത്. ഈ മഹനീയമായ അത്ഭുതത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. കൊച്ചു കൊച്ചു അത്ഭുതങ്ങളെ വിടുക. ചെറിയ ചെറിയ അത്ഭുതങ്ങളല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ദൈവം ചെയ്ത മഹനീയമായ അത്ഭുതത്തിലേക്ക് നിന്റെ മനസ്സിനെ കൊടുക്കൂ. ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, യേശു ക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ ആരാണ് നിങ്ങളെ ആഭിചാരം ചെയ്തത്? ക്രിസ്തു ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ടും ഈ ക്രിസ്തുവിൽ നിന്ന് നിങ്ങളെ ആരാണ് വ്യതിചലിപ്പിച്ചു കൊണ്ടുപോയത് എന്ന് അപ്പോസ്തലൻ ചോദിക്കുന്നു. സ്നേഹമുള്ളവരെ, അതെ, അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ പതിച്ചുറപ്പിക്കണം എന്ത്? ക്രിസ്തുവിൻ്റെ യാഗമരണം. ആ യാഗമരണത്തിൽ മാത്രം ആര് ശ്രദ്ധിക്കുന്നുവോ, ആ യാഗമരണം എനിക്ക് വേണ്ടിയിട്ടായിരുന്നു, എൻ്റെ പകരക്കാരനാണ് ക്രിസ്തു എന്ന് മനസ്സിലാക്കുന്നവർക്ക് മാത്രമാണ് രക്ഷ. സ്നേഹമുള്ളവരെ, ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് നോക്കൂ. ആ മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് വിൽക്കുന്ന ആൾക്ക് ശ്വാസമുട്ടാണ്, വലിയ ശ്വാസമുട്ട്, ആസ്മയാണെന്ന് കരുതിക്കോളൂ. അദ്ദേഹത്തോടൊന്ന് ചോദിക്കുക, ചേട്ടായി, ഇവിടെ ഈ ശ്വാസമുട്ടലിനും ആസ്മയ്ക്കുള്ള മരുന്നുണ്ടോ? ഉണ്ടല്ലോ സുഹൃത്തെ. എന്നിട്ട് എന്താ താങ്കളുടെ അസുഖം മാറാത്തത്? മരുന്നുണ്ടെങ്കിലും ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ. കണ്ടോ, മെഡിക്കൽ ഷോപ്പിൽ അദ്ദേഹത്തിനുള്ള മരുന്നെല്ലാം ഇരിപ്പുണ്ടെങ്കിലും അദ്ദേഹം അത് സ്വീകരിക്കാത്തതുപോലെ ധാരാളം ആളുകൾ ക്രിസ്തു എന്ന ഏകൻ യാഗമായി തീർന്നിട്ടും ആ മഹനീയ സത്യം ഉൾക്കൊള്ളാത്ത ആളാണ്. കടലിലേക്ക് നോക്കോ, കടലിൽ നിറച്ച് ഉപ്പ് ജലമാണ്. ആ ഉപ്പ് വെള്ളത്തിൽ നിന്നാണ് മീനെ പിടിച്ചു കൊണ്ടുവരുന്നത്. മീൻ കറി വയ്ക്കാൻ നേരത്തെ ഏതെങ്കിലും അമ്മ തൻ്റെ മകളോട് പറയുമോ, മോളെ ഉപ്പിടണ്ട കേട്ടോ കറിയിൽ? അപ്പം മകൾ ചോദിക്കുക, എന്താ മമ്മി ഉപ്പിടണ്ട എന്ന് പറഞ്ഞത്? അല്ല, കടൽ വെള്ളത്തിൽ നിറച്ച് ഉപ്പല്ലേ. കടൽ വെള്ളത്തിൽ ഈ കാലം അത്രയും കിടന്നിട്ടും ഒരു തരി ഉപ്പ് മീനിൻ്റെ ദേഹത്ത് പിടിക്കാത്തതുപോലെ ധാരാളം ക്രൈസ്തവർ ക്രിസ്തു മതത്തിൽ ജീവിക്കുന്നുവെങ്കിലും ക്രിസ്തു എന്ന ഏകനുമായി വ്യക്തിബന്ധമില്ലാതെ ജീവിക്കുന്നത് അപകടകരമായ ജീവിതമാണ്. അത് അനുഷ്ഠാനപരമായ ജീവിതമാണ്. അത് പിന്നെ ബാഹ്യാനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ക്രിസ്തു എന്ന ഏകനോട് ബന്ധം സ്ഥാപിക്കുവാൻ ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നിരിക്കുന്നു. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ആ മഹനീയമായ പ്രവൃത്തി അവൻ ചെയ്തിരിക്കുന്നു. ആ മഹനീയമായ പ്രവൃത്തി ശരിയായ തരത്തിൽ എനിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് യഥാർത്ഥമായി ഒരാൾ വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ സാധിക്കും. യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ സ്വീകരിക്കലാണ്. ക്രിസ്റ്റഫർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ക്രിസ്തുവിനെ വഹിക്കുന്നവൻ എന്നാണല്ലോ. യഥാർത്ഥ ക്രിസ്ത്യാനി ക്രിസ്തുവിനെ വഹിക്കണം. ഫ്രാൻസിസ് സാലസ് എന്ന വിശുദ്ധൻ പറയുന്ന പോലെ, ഒരു പൂ അതിൻ്റെ ഉള്ളിൽ സുഗന്ധവും മധുവും വഹിക്കുന്നത് പോലെ യഥാർത്ഥ ക്രിസ്ത്യാനി ക്രിസ്തുവിനെ വഹിക്കാനുള്ള ആളുകളാണ്. ചന്ദനമരത്തെ ചാരി നിന്നാൽ അയാൾക്ക് ചന്ദനത്തിൻ്റെ സുഗന്ധമുണ്ടാകുന്നത് പോലെ ഒരാൾ ക്രിസ്തുവിനെ വഹിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഭാവങ്ങൾ ഉണ്ടാകുന്നു. അയാളുടെ ആറ്റിറ്റ്യൂഡും അയാളുടെ തോട്ട് പാറ്റേണും എല്ലാം ക്രിസ്തുവിൻ്റെ വചനത്തിന് അനുസൃതമായിരിക്കും. അതുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയിൽ ഈ ദൈവവചനം ശ്രവിച്ച നമുക്ക് ആഗ്രഹിക്കാം, ലോകത്തിൽ ഏറ്റവും മഹാത്ഭുതമായ നിന്റെ ക്രൂശുമരണം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി നീ ചെയ്തുവല്ലോ. ആ യാഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഏറ്റവും പരമമായ അത്ഭുതകരമായ പ്രവൃത്തി. അത് ഞാൻ നിന്ദിക്കാതെ, അത് ഞാൻ തള്ളിക്കളയാതെ ആ യാഗത്തെ സ്വീകരിച്ച് എനിക്ക് രക്ഷകനിലേക്ക്
ദൈവത്തിലേക്ക് കൂടുതലടുത്ത് ദൈവാത്മകമായ ഒരു ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ. നമുക്കതിനു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിൻ്റെ ഉന്നതമായ ദാനത്തിന് നന്ദി പറയുന്നു. നീ കേൾപ്പിച്ച നിൻ്റെ സ്വർഗീയ വചനങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നല്ല കർത്താവേ, അങ്ങയുടെ ക്രൂശ് മരണമെന്ന ആ പരമയാഗത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, മോശയുടെ നിയമമല്ല ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ ഞങ്ങൾക്ക് രക്ഷ പ്രാപിക്കാമെന്ന മഹനീയ സത്യത്തെ ഉൾക്കൊണ്ട് രക്ഷകനെ സ്വന്തമാക്കി ജീവിക്കുവാൻ, യഥാർത്ഥ ക്രൈസ്തവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.